ഹലോ, ഇന്ന് നമുക്ക് ഓലൻ ഉണ്ടാക്കാം. ഓണം സീരീസിൽ രണ്ടാമത്തേത് ഓലനാണ്. ഇന്ന് നമുക്ക് ഓലൻ ഉണ്ടാക്കാം. ഓലൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അതിന് വേണ്ടത് മമ്പയറാണ്. ഒരു പാക്കറ്റ് വാങ്ങി. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. അതിൽ നിന്ന് കുറച്ചൊരു 100 ഗ്രാമോ ഒക്കെ എടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള. പിന്നെ വേണ്ടത് മത്തനും കുമ്പളവും വേണം കേട്ടോ. അത് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ഈ ഒരു ആകൃതിയിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി കഴുകിയെടുക്കണം. അത് ഞാൻ മുന്നേ തന്നെ പയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒന്ന് പൊതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ആയി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേഗം ഒരു വിസിൽ വന്നാൽ തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിലെടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കഴുകി കൊണ്ടുവരാം. അപ്പോഴേക്ക് ഞാൻ കഴുകിയെടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ മതി. ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ കഷ്ണങ്ങൾ മത്തനും കുമ്പളമൊക്കെ കഴുകിയെടുത്തിട്ട് നമ്മൾ അത് അതിൽ 2, 3, 4 പച്ചമുളകും വേണം കേട്ടോ. അത് നമുക്ക് എരിവിനനുസരിച്ച് എത്രയാച്ചാൽ ഇടാം പച്ചമുളക്. അങ്ങനെ പിന്നെ അത് ഞാൻ എന്ത് വെച്ചാൽ വേറൊരു പാൻ വെച്ചിട്ട് അത് ഈ കഷ്ണങ്ങൾ പിന്നെ വേഗം പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. മത്തനും കുമ്പളമൊക്കെ വേഗം ആയി കിട്ടും. അപ്പം ഞാനൊരു വേറൊരു പാൻ വെച്ചിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. കുക്കറിൽ പയർ വേവുമ്പോഴേക്ക് അത് ഒന്ന് ആയി കിട്ടുമല്ലോ. കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുമ്പോഴേക്ക് കുക്കറിൽ വിസിലൊക്കെ പോയിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിരുന്നു. അപ്പോഴേക്ക് തന്നെ വിസിലൊക്കെ പോയി, കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. അത് ഇനി തുറന്നിട്ട് നമുക്കിനി അത് നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ വേണം. ഞാൻ പിന്നെ ഒരൊറ്റ പാലേ എടുത്തിട്ടുള്ളൂ. അത് മതി, കുറച്ച് മതി തേങ്ങാപ്പാൽ. കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പം നല്ല കട്ടിയിലാണല്ലോ. ഇലേൻ്റെ സൈഡിൽ നമ്മൾ വിളമ്പുമ്പം നല്ല ഇങ്ങനെ കുറുകി നിൽക്കുന്ന രീതിയിലാണല്ലോ ഉണ്ടാവുക. കാളനും ഓലനും എല്ലാതും അതുപോലെയാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ ഓലൻ റെഡിയായി കേട്ടോ. ഇതിൽ വേണമെങ്കിൽ പയർ ഇടാതെ ഉണ്ടാക്കാം കേട്ടോ. പയർ വേണ്ട, ഇഷ്ടമില്ലാത്തവർക്ക് പയറില്ലാതെ മത്തനൊക്കെ വേവിച്ചെടുത്താൽ മതി. റെഡിയായി നമ്മളെ. ഇനി ചോറുണ്ണാം. എന്താ പറയുക, ഒരു സ്മെല്ല്. ആ പച്ച വെളിച്ചെണ്ണേൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ആ ഒരു മണം കേട്ടിട്ട് ചോറുണ്ണാൻ കൊതിയാവുന്നുണ്ട്. അപ്പം ഇനി നാളെ വേറൊരു വിഭവമായിട്ട് നാളെ കാണാം. അതുവരേക്കും ബായ്.